കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നമ്മൾ ബാബിലോണിയൻ രാജാവായിരുന്ന നെബൂഖദ്നേസറിൻ്റെ സ്വപ്നവും ദാനിയേൽ അതിന് നൽകിയ വ്യാഖ്യാനവും ദാനിയേൽ കണ്ട ദർശനവും 4 മഹാമൃഗങ്ങളെക്കുറിച്ച് ദാനിയേൽ കണ്ട ദർശനവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരണവുമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇവ രണ്ടും തമ്മിൽ, അതായത് നെബൂഖദ്നേസറിൻ്റെ സ്വപ്നവും ദാനിയേൽ പിന്നീട് കണ്ട ദർശനവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരേ വിഷയം തന്നെയാണ് ഈ 2 സ്വപ്നത്തിലും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അതിനുശേഷം ദാനിയേലിൻ്റെ ദർശനവും നമ്മൾ ഇവിടെ പഠന വിഷയം ആക്കുന്നുണ്ട്. ഈ പഠനത്തിൽ ചരിത്രമുണ്ട്, പ്രവചന വ്യാഖ്യാനങ്ങളുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളും പ്രവചന വ്യാഖ്യാനങ്ങളും കൂടെ കൂടിക്കലർന്നാണ് നമ്മൾ ഈ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ എല്ലാം വളരെ ചുരുക്കമായി ഹ്രസ്വമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ രചനകൾ, അതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പുസ്തകം പഠിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ആ ദർശനങ്ങളും സ്വപ്നവും പഠിക്കുന്നതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചന പുസ്തകമായിട്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. ദാനിയേലിൻ്റെ ജീവിതവും ബാബിലോൺ പ്രവാസത്തിലുള്ള ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ചും വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും പ്രധാനമായിട്ടും അതൊരു പ്രവചന പുസ്തകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചന പുസ്തകമാണ് എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. 2-ാം അധ്യായത്തിലാണ് നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. 7-ാം അധ്യായത്തിലാണ് 4 മഹാമൃഗങ്ങളുടെ ദർശനത്തെക്കുറിച്ച് ദാനിയേൽ പറയുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഒരു ദർശനത്തെക്കുറിച്ചും ദാനിയേൽ പറയുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് പരാമർശങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എന്ന് മാത്രം. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഈ പ്രവചനങ്ങൾ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന രീതിയെക്കുറിച്ചാണ്, അതിൻ്റെ രചനാരീതിയെക്കുറിച്ചാണ്. അതിൻ്റെ രചനാരീതിയെ നമ്മൾ വിഭാഗിച്ചു പഠിക്കുമ്പോൾ അതിനെ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നൊരു പ്രത്യേകമായ രചനാ രീതി ആണുള്ളത്. മൂലഭാഷയിലെ അപ്പോക്കാലിപ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പാട് പൂർണ്ണമായി അറിയിക്കപ്പെട്ടത്, മൂടുപടം നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പം മറിഞ്ഞിരുന്നതെന്തോ മർമ്മമായിരുന്നതെന്തോ വെളിപ്പെട്ട് വന്നിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ദാനിയേലിൻ്റെ പുസ്തകമായിരിക്കാം ഈ അപ്പോക്കാലിപ്സ് എന്ന രീതിയിൽ പുസ്തകങ്ങൾ എഴുതുന്നതിലെ ആദ്യത്തെ പുസ്തകം തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരിക്കാം. ഏകദേശം BC 200 മുതൽ AD 100 വരെ ഈ സാഹിത്യശൈലി, ഇതൊരു സാഹിത്യശൈലിയും കൂടെയായിരുന്നു. ഈ സാഹിത്യശൈലി നിലവിലിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകം എഴുതുന്ന ശൈലി നിലവിൽ ഇരുന്നു. AD 100-ന് ശേഷം പിന്നീട് ഈ രീതിയിലുള്ള പുസ്തകം എഴുതുന്ന ശൈലി അത്ര സാധാരണമായിട്ട് ആരും ഉപയോഗിക്കുന്നത് ഇല്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, വെളിപ്പാട് പുസ്തകത്തിലെ അപ്പോക്കാലിപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം മാത്രമല്ല അപ്പോക്കാലിപ്സ് ആയിട്ടുള്ളതും. ദാനിയേലിൻ്റെ പുസ്തകമുണ്ട്. മറ്റു ചില പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെ ചില ഭാഗങ്ങളും ഈ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രചനാ വിഭാഗത്തിൻ്റെ ശൈലി അനുസരിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. എന്താണ് ഈ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന രചന? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ എല്ലാ പുസ്തകങ്ങളും ഒരേ ശൈലിയിലല്ല എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളെയും നമ്മൾ ഒരേ രീതിയിലല്ല വ്യാഖ്യാനിക്കേണ്ടത്. സാധാരണ നമ്മൾ എല്ലാ പുസ്തകങ്ങളെയും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അത് തെറ്റാണ്. ആ രീതിയിലല്ല വേദപുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. വേദപുസ്തകത്തിൽ ചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, കവിതകളുള്ള പുസ്തകങ്ങളുണ്ട്, പ്രവചന പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രവും പഠിപ്പിക്കലും എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. ഉപദേശങ്ങൾ എഴുതുന്ന പൗലോസിൻ്റെ ലേഖനങ്ങളുണ്ട്. അപ്പോക്കാലിപ്സ് എന്ന വിഭാഗത്തിലുള്ള വെളിപ്പാട് പുസ്തകവും ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ അതിൻ്റെ രചനാശൈലി എന്താണോ, അതെങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്പോക്കാലിപ്സ്
എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള പുസ്തകങ്ങളെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും വായിച്ച് മനസ്സിലാക്കുവാൻ പാടില്ല. അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു രചനാ ശൈലിയല്ല. നമുക്ക് ചരിത്രത്തെ അക്ഷരാർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കാം. ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതോ യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതോ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പൗലോസിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ നമുക്ക് വായിച്ച്, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കവിതകളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അക്ഷരാർത്ഥത്തിലല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അക്ഷരാർത്ഥത്തിലല്ല ഒരിക്കലും അപ്പോക്കാലിപ്സ് രചനകളെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോക്കാലിപ്സ് രചനകൾക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളാണ് അതിലെ അടയാളങ്ങളും പ്രതീകങ്ങളും സ്വപ്നവും ദർശനവും ഉപയോഗിച്ചിരിക്കും. അടയാളങ്ങളുണ്ടാകും, അതായത് സിമ്പിൾസ് ഉണ്ടാകും, പ്രതീകങ്ങളുണ്ടാകും, ഇമേജസ് ഉണ്ടാകും, സ്വപ്നങ്ങളുണ്ടാകും, ദർശനങ്ങളുണ്ടാകും. ഇതൊക്കെ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന രചനാ ശൈലിയുടെ പ്രത്യേകതയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ശൈലി ഉപയോഗിക്കുന്നത്? അതൊരു ചോദ്യമാണല്ലോ. എന്തിനാണ് ഈ അടയാളങ്ങളും പ്രതീകങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഒരു ഭാവിയെക്കുറിച്ച് പറയുവാൻ പ്രവചന പുസ്തകത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിനൊരു ലക്ഷ്യമുണ്ട്. എഴുതുന്ന ആൾക്ക് അവർക്ക് പ്രധാനപ്പെട്ട ആശയത്തോടൊപ്പം അതിനകത്ത് ഒരു വൈകാരികമായ ചിന്തകളുടെ വായനക്കാരിലേക്ക് വിനിമയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം പോരാ, ആശയത്തിന് പിന്നിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചിന്തകളും വൈകാരികമായിട്ടുള്ള ഒരു ഫീലിങ്സൂടെ വായനക്കാരിൽ എത്തിക്കുകയാണെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അടയാളങ്ങളും പ്രതീകങ്ങളും സ്വപ്നവും ദർശനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും നമ്മൾ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാൻ പാടില്ല. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തെയും ദർശനങ്ങളെയും നമ്മൾ അക്ഷരാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. ഈ സാഹിത്യകൃതി ഇതൊരു സാഹിത്യകൃതി തന്നെയാണ്, എഴുതുന്നൊരു ശൈലിയാണ്. ആ സാഹിത്യത്തിൻ്റെ എഴുതുന്നൊരു ഒരു ശൈലിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, സാഹിത്യകൃതി എന്ന് ഉദ്ദേശിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. എന്നാൽ എഴുതിയിരിക്കുന്ന ശൈലി അതൊരു സാഹിത്യ രചനകൾ നടത്തുന്ന അക്കാലത്തുണ്ടായിരുന്ന, ഞാൻ ഈ പറഞ്ഞതുപോലെ BC 200 മുതൽ AD 100 വരെ ഉണ്ടായിരുന്ന ഒരു ശൈലിയാണ്. ഈ കൃതികൾ ഒരു പക്ഷേങ്കിൽ പിന്നീട് ആരും ഈ ശൈലിയിലെ പുസ്തകം എഴുതാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതായിരിക്കാം. ഇതിലെ ആശയങ്ങൾ സത്യമാണ്, ഇതിലെ ആശയങ്ങൾ കൃത്യമാണ്, എന്നാൽ വിവരണങ്ങൾ സൂക്ഷ്മമല്ല. സൂക്ഷ്മമല്ല എന്ന് പറഞ്ഞാൽ പ്രിസൈസ് അല്ല എന്നർത്ഥം. ഇതിൻ്റെ വിവരണങ്ങൾ അത്ര പ്രിസൈസ് അല്ല, അത്ര സംഗ്രഹമായിട്ട് എഴുതുന്നതല്ല ഇതിൻ്റെ വിവരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആശയങ്ങൾ സത്യവും കൃത്യവുമാണ്, ഇതിലെ വിവരണങ്ങൾ എപ്പോഴും പ്രിസൈസ് അല്ല, സൂക്ഷ്മം അല്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ ചിത്രങ്ങളും, ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങളും, ഓരോ ചിത്രങ്ങളും, ഓരോ സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ഓരോ അടയാളങ്ങളും യാഥാർത്ഥ്യത്തോടുള്ള അതിൻ്റെ സാമ്യം എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എത്രമാത്രം അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രത്തിൻ്റെ വിശദാംശങ്ങൾ എത്രമാത്രത്തോളം ഈ എഴുത്തുകാരൻ പറയാൻ ആഗ്രഹിക്കുന്ന വിവരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എവിടെയാണ് ഇതിൻ്റെ സാമ്യം, അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തുമായിട്ടുള്ള അതിൻ്റെ സാമ്യം എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ അപ്പോക്കാലിപ്സ് രചനകളിൽ നമുക്ക് ലഭിക്കുന്ന അടയാളങ്ങളോ അല്ലെങ്കിൽ പ്രതീകങ്ങളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ ഒക്കെ തന്നെ അതിൻ്റെ എല്ലാ വിവരങ്ങളും ചതഞ്ഞെടുത്ത്, അതിൻ്റെ എല്ലാ വിശദീകരമായ വിവരങ്ങളും ചതഞ്ഞെടുത്ത്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചകഞ്ഞെടുത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്കും മനസ്സിലാക്കലിലേക്കും വിവരങ്ങളിലേക്കും ചെല്ലാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ കൂട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഇത്തരം രചനകൾ അപ്പോക്കാലിപ്സ് രചനകളെ അന്ത്യകാല രചനകൾ എന്ന് അതുകൊണ്ട് വിളിക്കാറുണ്ട്. കാരണം ഈ വേദപുസ്തകത്തിലുള്ള അപ്പോക്കാലിപ്സ് ആയിട്ടുള്ള രചനകളെല്ലാം തന്നെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഒന്ന് ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ അന്ത്യകാലത്തെക്കുറിച്ചുള്ളതാണ്, അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ വിഷയത്തിൽ നമുക്ക് കേന്ദ്രീകരിച്ച് നിൽക്കാം. അപ്പോൾ ഈ അന്ത്യകാല രചനകളുടെ ഒരു പ്രത്യേകത ഡിറ്റർമിനിസമാണ്. ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ മുൻനിർണയ കാഴ്ചപ്പാടാണ്. ദൈവം എല്ലാം മുന്നമേ നിർണയിച്ചിരിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ അവസാനം എന്താണെന്ന് മുന്നമേ നിർണയിച്ചിരിക്കുന്നു. എന്നാൽ അവസാനം പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. അതിനു മുമ്പ് ഉണ്ടാകേണ്ട കുറേയേറെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിലൂടെ ലോകവും ചരിത്രവും യാത്ര ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ആ സംഭവങ്ങളുടെ ലോകവും ചരിത്രവും യാത്ര ചെയ്ത് തന്നെ ദൈവം മുൻ നിർണയിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ അവസാന സംഭവത്തിലേക്ക് എത്തിച്ചേരണം. ഇത്തരം കൃതികളിൽ ഞാൻ പറഞ്ഞ മറ്റു പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ യെഹെസ്കേൽ, സെക്കറിയാവ്, ഇവരുടെയൊക്കെ കൃതികളിലും ചില ഭാഗങ്ങളിലുമൊക്കെ നമുക്ക് ഈ അപ്പോക്കാലിപ്സ് ശൈലി കാണാവുന്നത് ആണ്.
ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നവും പിന്നീട് ദാനിയേൽ കണ്ടിരിക്കുന്ന ദർശനവും ആണ്. നെബൂഖദ്നേസർ രാജാവ് BC 605 മുതൽ 562 വരെ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു. ഏറ്റവും കരുത്തനായ ഒരു ചക്രവർത്തിയായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. അദ്ദേഹം വളരെ ശക്തിയോടെയും വളരെ ഭംഗിയായിട്ടും അധികാരത്തോടുകൂടിയും ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബാബിലോണിയൻ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമാകുകയും വലുതാകുകയും ചെയ്തിരുന്നു. അദ്ദേഹമാണ് യെരുശലേമിനെ കീഴടക്കിയത്. യെരുശലേമിലെ ദേവാലയത്തെ തകർത്ത് കളഞ്ഞ രാജാവും അദ്ദേഹമാണ്. വേദപുസ്തകത്തിൽ 90 പ്രാവശ്യം നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 1 മുതൽ 4 വരെ അധ്യായങ്ങളിൽ ദാനിയേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന വ്യക്തിയും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയും നെബൂഖദ്നേസർ രാജാവാണ്. 586 BC യഹൂദിയെയും യെരുശലേമിനെയും ആക്രമിച്ച ബാബിലോൺ ചക്രവർത്തിയായിട്ടാണ് വേദപുസ്തക ചരിത്രത്തിൽ നെബൂഖദ്നേസർ രാജാവ് അറിയപ്പെടുന്നത്. 1ലധികം പ്രാവശ്യം അദ്ദേഹം യഹൂദിയെ ആക്രമിച്ചിട്ടുണ്ട്. യഹൂദിയ 605 BC മുതൽ ബാബിലോണിന് കപ്പം കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിനു മുമ്പ് യഹൂദിയ അശൂർ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 605 BC മുതൽ യഹൂദിയ ബാബിലോണിന് കപ്പം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. എന്നാൽ 597 BC യഹോയാക്കീമിൻ്റെ കാലത്തും 588 BC സിദക്കിയാവിൻ്റെ കാലത്തും അവർ ബാബിലോണിനെതിരെ കലാപമുണ്ടാക്കി. അപ്പോൾ ഓരോ കലാപം ഉണ്ടാകുമ്പോഴും ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ നെബൂഖദ്നേസർ നേതൃത്വത്തിലുള്ള സൈന്യം യഹൂദയെ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പല പ്രാവശ്യം ബാബിലോൺ യഹൂദയെ ആക്രമിക്കുന്നുണ്ടെന്നുള്ളത്. 597 BC നെബൂഖദ്നേസർ യഹൂദയെ ആക്രമിച്ച് കീഴടക്കി. യെരുശലേമിലെയും ദേവാലയത്തെയും അദ്ദേഹം പൂർണ്ണമായിട്ടും തകർത്തു. യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ഒരു കൂട്ടം യഹൂദന്മാർ, ആ ഒരു കൂട്ടം യഹൂദന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ബാബിലോണിൽ ദാനിയേലിനെ കൊട്ടാരത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ ലഭിച്ചു. അങ്ങനെ ദാനിയേൽ അവിടെ രാജകീയ ഭരണ സംവിധാനത്തിൽ വളരെ നിപുണനായിട്ട് മാറി. ദാനിയേലിനെ ആ രൂപത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അന്നത്തെ രാജാക്കന്മാരുടെ ഒരു ശൈലിയാണ്. ബുദ്ധിയുള്ളവരെ ഒരു രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയി സ്വന്തം രാജ്യത്തിലാക്കുകയും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയും ചെയ്തിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് അവരെ ഉപയോഗിക്കുക എന്നത് അന്നത്തെ ഒരു രീതിയായിരുന്നു. അതനുസരിച്ചാണ് ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ദാനിയേലിനെ ഉപയോഗിക്കും. ദാനിയേൽ അനേക വർഷം പ്രവാസത്തിൽ തന്നെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഈ ഒരു ജീവിത കാലയളവിലാണ് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നതും ദാനിയേൽ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നതും. ഈ സ്വപ്നത്തെ ദാനിയേൽ വ്യാഖ്യാനിച്ചതോടുകൂടിയും അദ്ദേഹം നെബൂഖദ്നേസർ രാജാവിൻ്റെയും പിന്നീടുള്ള പല രാജാക്കന്മാരുടെയും വളരെ വിശ്വസ്തനായ ഉപദേഷ്ടാവും പ്രവാചകനും ആയിട്ട് മാറി. പഴയ കാലഘട്ടത്തിൽ സ്വപ്നങ്ങളെ ദർശനങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ അല്ലെങ്കിൽ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കാണുന്നവർ, പ്രത്യേകിച്ച് രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, രാജ്യത്തെ ആക്രമിക്കുന്ന ശത്രുക്കൾ വരുന്നതിനെക്കുറിച്ച്, ക്ഷാമം ഉണ്ടാകുന്നതിനെക്കുറിച്ച്, ഇതൊക്കെ ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളാണ്. ക്ഷാമം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ ദർശനങ്ങൾ കാണുന്നവരെ പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുമായിരുന്നു. അവർക്ക് വിശിഷ്ടമായ സ്ഥാനങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. അവരെ രണ്ടാമന്മാരായിട്ട് നിയമിക്കുമായിരുന്നു. അങ്ങനെയാണ് ജോസഫിനെയും രണ്ടാമനായിട്ട് നിയമിച്ചത്. ദാനിയേലും ഇങ്ങനെ ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ ആ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറി. ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലാണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വിവരിക്കപ്പെടുന്നത്. ദാനിയേൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് വിവരങ്ങളുമുള്ളത് 2-ാം അധ്യായത്തിലാണ്. ബാബിലോണിയൻ രാജാവിന് ശേഷം, നെബൂഖദ്നേസർ രാജാവിന് ശേഷം വരുവാനിരിക്കുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദൈവം നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നം നൽകി. അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവിലൂടെ ദൈവം അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് തന്നെ, ലോകത്തിന് തന്നെ നൽകിയായിരുന്നു എന്ന് നമുക്ക് പറയാം. രാജാവ് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ രാജ്യത്തിലെ മന്ത്രവാദികളെയും വെളിച്ചപ്പാടന്മാരെയും വിളിച്ചിട്ട് സ്വപ്നം എന്താണെന്ന് പറയണം, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം സ്വപ്നം എന്താണെന്ന് പറയാൻ തയ്യാറായില്ല. കാരണം ഈ വെളിച്ചപ്പാടും മന്ത്രവാദികളെയും അവർക്കിഷ്ടമുള്ളതുപോലെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കളയും. അവർക്കത് മനസ്സിലായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ തന്നെ സ്വപ്നം പറയണം, അവർ തന്നെ അതിൻ്റെ വ്യാഖ്യാനം പറയണമെന്ന് പറഞ്ഞു. എന്നാൽ ബാബിലോണിലെ സ്വപ്ന വ്യാഖ്യാനക്കാർക്ക്, വെളിച്ചപ്പാടന്മാർക്ക് അല്ലെങ്കിൽ ദർശകന്മാർക്ക് ഈ സ്വപ്നം പറയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ വ്യാഖ്യാനവും അവർക്കിഷ്ടമുള്ളതുപോലെയെങ്കിലും പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെയാണ്
ദാനിയേലിന് ഈ സ്വപ്നം പറയുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള അവസരം ലഭിച്ചത്. ദാനിയേലിന് സ്വപ്നം ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ തന്നെ വ്യാഖ്യാനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദാനിയേൽ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പറഞ്ഞു. ദാനിയേൽ സ്വപ്നം ആദ്യം വിവരിച്ചു പറഞ്ഞു. അതിൻ്റെ വിവരണം ഞാനൊന്ന് സംഗ്രഹമായിട്ട് ഒന്ന് പറയാം. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നത്തിൽ വലിയൊരു ബിംബം കണ്ടു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ അത് ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോയി. ഇതാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമെന്ന് ദാനിയേൽ പറഞ്ഞു. നെബൂഖദ്നേസർ രാജാവ് അതിനോട് യോജിച്ചു. ഇത് തന്നെയായിരുന്നു സ്വപ്നം. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. അത് ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു. ഇതാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം. ഈ സ്വപ്നം ആണ് ദാനിയേൽ വിവരിച്ചു പറഞ്ഞത്. സ്വപ്നം അങ്ങനെ തന്നെയാണെന്ന് നെബൂഖദ്നേസർ രാജാവ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സ്വപ്നം വിവരിച്ചു പറഞ്ഞതിന് ശേഷം ദാനിയേൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മാത്രം എന്താണ് ഒന്ന് നോക്കാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോൺ സാമ്രാജ്യത്തോടെ ആരംഭിച്ച് മറ്റൊന്നിന് ശേഷം ഉയർന്നു വരുന്ന 4 സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് സ്വപ്നം പറയുന്നത്. 4ാമത്തെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന നിത്യമായ ദൈവരാജ്യം മറ്റുള്ളവയെല്ലാം ഇല്ലാതെയാക്കി എന്നേക്കുമായി സ്ഥാപിക്കപ്പെടും. അപ്പം അദ്ദേഹം പറഞ്ഞ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ്. നെബൂഖദ്നേസർ രാജാവിൽ തുടങ്ങി ഒരു 4 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ 4 സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ ഉണ്ടായി കഴിയുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പാഞ്ഞു വന്ന് ഈ സാമ്രാജ്യങ്ങളെയെല്ലാം തകർക്കും എന്ന് പറഞ്ഞ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും ദൈവരാജ്യം ഈ സാമ്രാജ്യങ്ങളെയെല്ലാം തകർത്തിട്ട് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അത് ഭൂമിയിൽ എല്ലാം നിറയും. അത് എന്നേക്കുമായിട്ട് സ്ഥാപിക്കപ്പെടും. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ മുഖ്യ വിഷയം ലോക ചരിത്രത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരമാണ്. ദൈവമാണ് ലോകത്തിൻ്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ഇതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഭൗതിക തലത്തിൽ ബാബിലോണിലെ മന്ത്രവാദികളും വെളിച്ചപ്പാടന്മാരും ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലും തമ്മിലാണ് ഇവിടെ നമ്മളൊരു പോരാട്ടം കാണുന്നത്. ദാനിയേൽ ഈ സ്വപ്നം വിവരിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേങ്കിലും വെളിച്ചപ്പാടന്മാരും ദർശകന്മാരും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കാം. അവർക്കത് പറയുവാൻ കഴിഞ്ഞില്ല എന്ന ദാനിയേൽ ഇത് പറയുന്നു. ഭൗതിക തലത്തിൽ ഇവർ തമ്മിലൊരു പോരാട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആത്മീയ തലത്തിലൊരു പോരാട്ടമുണ്ട്. അതാണ് യഥാർത്ഥമായ പോരാട്ടം. അതാണ് സത്യമായ പോരാട്ടം. ആത്മീയ മണ്ഡലത്തിൽ നിത്യനായ ദൈവവും ബാബിലോണിലെ വ്യാജ ദേവന്മാരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ആരാണ് ലോകത്തിൻ്റെ അധികാരി? ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്? ആരാണ് ലോകത്തിൻ്റെ മേൽ അവസാന വാക്ക് പറയുന്നത്? അത് യഹോവയായ ദൈവമാണ്, ബാബിലോണിലെ ദേവന്മാർ അല്ല. അപ്പോൾ ഇവിടെ ദാനിയേലിൻ്റെ വ്യക്തിപരമായ കഴിവുകളോ ബാബിലോണിൽ നിന്ന് ദാനിയേലിന് ലഭിച്ച പരിശീലനമോ അല്ല ഇവിടെ വിജയിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഇവിടെ വിജയിക്കുന്നത് ദൈവികമായ ജ്ഞാനമാണ്, ദൈവികമായ പദ്ധതിയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ എല്ലാ പ്രവചനങ്ങളുടെയും അതിലൂടെ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളുടെയും താക്കോൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നമാണ്. അതുകൊണ്ട് ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള അന്ത്യകാലത്തെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളുടെയും ഒരു കേന്ദ്രം, അതിൻ്റെ ഒരു താക്കോൽ തുറക്കുവാനുള്ളൊരു താക്കോൽ എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നമാണ്. ദാനിയേൽ ഈ സ്വപ്നം പ്രവചനാത്മാവിൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അതിലെ എല്ലാ പ്രവചനങ്ങളും ഇപ്പോഴും നിവൃത്തിയായിട്ടില്ല. ഇനി നിവൃത്തിയാകാൻ ചില പ്രവചനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതിനുമുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. എൻ്റെ മറ്റ് പല വീഡിയോകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ലോകത്തിൻ്റെ ചരിത്രം അബ്രഹാം മുതൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലും ഇസ്രയേൽ എന്ന് പറയുന്ന ജനത്തിലുമാണ്. ഈ ദാനിയേൽ വിശദീകരിക്കാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങളും ഇസ്രയേലിന് എതിരായിട്ടുള്ള സാമ്രാജ്യങ്ങളാണ്.
ഇസ്രായേലാണ് ഇവിടുത്തെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയാണ് ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ മുന്നോട്ട് നീങ്ങുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴുമുള്ള ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ദൈവികമായ തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെയാണ് ദൈവം ഈ ഇസ്രായേൽ ജനത്തിലേക്ക് വന്നത് എന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ഓർക്കണം. നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ലോക ചരിത്രത്തിൻ്റെ സമയരേഖയാണ് കാണിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവിൽ തുടങ്ങി ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് വരച്ചിരിക്കുന്ന ഒരു സമയരേഖയുണ്ട്. ഈ സമയരേഖയുടെ വിവരണമാണ് ഈ സ്വപ്നത്തിലൂടെ ദൈവം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. രാജാവ് കണ്ട ബിംബം സ്വർണം, വെള്ളി, താമ്രം അല്ലെങ്കിൽ പിച്ചള, ഇരുമ്പ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ രാജാവ് കണ്ട ബിംബം സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇവ വിലയിൽ കുറഞ്ഞാണ് വരുന്നത്. സ്വർണം കഴിഞ്ഞിട്ട് വെള്ളി, വെള്ളി കഴിഞ്ഞിട്ട് താമ്രം, താമ്രം കഴിഞ്ഞിട്ട് ഇരുമ്പ്, വിലയിൽ കുറഞ്ഞാണ് വരുന്നതെങ്കിലും അതിൻ്റെ ശക്തിയിൽ അത് കൂടി വരികയാണ്. എന്ന് പറയുമ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം ഉണ്ടാകുന്ന സാമ്രാജ്യങ്ങൾ ഒരു പക്ഷേങ്കിൽ അതിൻ്റെ മഹത്വത്തിൽ, അതിൻ്റെ ശ്രേഷ്ഠതയിൽ ബാബിലോണി സാമ്രാജ്യത്തിൻ്റെ അത്രയും വരികയില്ലായിരിക്കാം. എന്നാൽ കുറച്ചുകൂടെ ശക്തന്മാരായിട്ടുള്ള സാമ്രാജ്യങ്ങൾ പിന്നീട് ഉണ്ടാകും. ഒരു പക്ഷേങ്കിൽ ബാബിലോണി സാമ്രാജ്യത്തിന് ശേഷം വരുന്ന സാമ്രാജ്യങ്ങൾ ബാബിലോണിൻ്റെ പ്രൗഢി ഉള്ളതായിരിക്കില്ല. എന്നാൽ ബാബിലോണി സാമ്രാജ്യത്തെക്കാൾ കുറച്ചുകൂടെ ഉറപ്പുള്ളതും ശക്തിയുള്ളതും ആയിരിക്കുമെന്നാണ് ഈ ദർശനത്തിൽ ആയിരിക്കുമെന്നാണ് ഈ ദർശനത്തിലെ സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ നമ്മളോട് പറയുന്ന സന്ദേശം, നമ്മൾ സൂചിപ്പിക്കുന്ന സന്ദേശം. ഈ 4 സാമ്രാജ്യങ്ങളും ഉയരുകയും അതാത് കാലത്ത് സംസ്കാര സമ്പന്നമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും അവർ അടക്കി ഭരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കണം, റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ദൃഷ്ടിയിൽ സംസ്കാര സമ്പന്നമായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അവർ പിടിച്ചെടുത്തു. എല്ലാ രാജ്യങ്ങളെയും റോമൻ സാമ്രാജ്യത്തിനോട് കൂടെ ചേർത്തു. അതിൻ്റെ അതിരുകളിൽ മറ്റു ചില രാജ്യങ്ങളെന്ന് വിളിക്കാൻ കഴിയാത്ത മറ്റു ചില ജനസമൂഹങ്ങൾ, ചില ഗോത്രവർഗ്ഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അവരെ റോമക്കാർ ബാർബേറിയൻസ് അല്ലെങ്കിൽ അപരിഷ്കൃതരായ ആൾക്കാർ എന്നാണ് കണക്കാക്കിയിരുന്നത്. റോമക്കാർ അവരെ കൂട്ടത്തിൽ പിടിച്ചു ചേർക്കുവാൻ ശ്രമിച്ചില്ല. റോമക്കാർ രാജ്യങ്ങളെ പിടിച്ചു ചേർക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സമ്പന്നത വർദ്ധിപ്പിക്കുവാനും റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുവാനുമായിരുന്നു. അപ്പം ഈ 4 സാമ്രാജ്യങ്ങളും പിന്നീട് നെബൂഖദ്നേസർ തുടങ്ങി പിന്നീട് വരുന്ന 4 സാമ്രാജ്യങ്ങളും അന്നത്തെ സംസ്കാര സമ്പന്നർ എന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ ദേശങ്ങളെയും പിടിച്ചടക്കി അവരൊരു സാമ്രാജ്യമാക്കി അവരെ കീഴിലാക്കി ഭരിച്ചിരുന്നു. ഈ 4 സാമ്രാജ്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രത്യേകത, ഇവരെല്ലാം ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആയിരുന്നു. ഇവർ പ്രധാനപ്പെട്ട കോമൺ എനിമി, ഇവരെ പ്രധാനപ്പെട്ട പൊതുവായ ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യത്തിൽ ഇതിനെയെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ശക്തിയേറിയതും നിത്യവുമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അതാണ് ഈ പ്രവചനത്തിൻ്റെ ദൂത് എന്ന് പറയുന്നത്. ഇനി ദാനിയേൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിലേക്ക് നമുക്ക് പോകാം. സ്വപ്നം വിവരിച്ചതിന് ശേഷം ദാനിയേൽ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നു. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ ബിംബം ബാബിലോൺ മുതൽ വരാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യഹൂദ ക്രൈസ്തവ വേദപണ്ഡിതന്മാർ കാലാകാലങ്ങളിലായിട്ട് ഈ 4 സാമ്രാജ്യങ്ങൾ ബാബിലോൺ, മേദ്യ പാർഷ്യ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യം എന്നിവ ആണ് എന്ന് വിശ്വസിക്കുന്നു. യഹൂദന്മാരും ഈ വ്യാഖ്യാനത്തോട് യോജിക്കുന്നു, ക്രൈസ്തവ വേദപണ്ഡിതന്മാരും ഈ വ്യാഖ്യാനത്തോട് യോജിക്കുന്നുണ്ട്. അപ്പം ഈ ദർശനത്തിലെ 4 സാമ്രാജ്യങ്ങൾ, ഒന്ന് ബാബിലോൺ, അവിടെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തത് മേദ്യ പാർഷ്യ, രണ്ടാമത്തെ സാമ്രാജ്യം. മൂന്നാമത്തെ സാമ്രാജ്യം ഗ്രീക്ക്. നാലാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യകാല പിതാക്കന്മാരും ജെറോം, കാൽവിൻ എന്നീ വേദപണ്ഡിതന്മാരും ഈ വ്യാഖ്യാനത്തോടെ യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഇതിനെ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റും തന്നെയില്ല. കണ്ട സ്വപ്നം ഇങ്ങനെ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒന്ന്, തങ്കം കൊണ്ടുള്ള ബിംബത്തിൻ്റെ തല. ദാനിയേൽ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ ബാബിലോൺ സാമ്രാജ്യമാണ് അത് എന്ന് ദാനിയേൽ പറയുന്നുണ്ട്. രണ്ടാമത്, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും ബാബിലോണെ കീഴടക്കിയ മേദ്യ പാർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. മൂന്നാമത്, താമ്രം കൊണ്ടുള്ള വയറും അരയും അവർക്ക് ശേഷം ഉയർന്നു വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. നാലാമത്തെ, ഇരുമ്പ് കൊണ്ടുള്ള തുടയും കാലുകളും റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഇനി നമുക്ക്
ഇത് ഓരോന്നും പ്രത്യേകമായിട്ടൊന്ന് പഠിക്കാം. ഈ പഠിക്കുന്നതിൽ ചരിത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രവചന വ്യാഖ്യാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാം ചുരുക്കമായി പറയുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം ദാനിയേലിൻ്റെ 2:37 വാക്യങ്ങൾ. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കി വച്ചിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് തന്നെ. അപ്പം ഈ കണ്ട സ്വപ്നത്തിലെ വലിയ ബിംബത്തിൻ്റെ പൊന്നുകൊണ്ടുള്ള തല ബാബിലോൺ സാമ്രാജ്യമാണ് എന്ന് ദാനിയേൽ വ്യാഖ്യാനത്തിൽ പറയുന്നു. ദാനിയേൽ ബിംബത്തിൻ്റെ തലയെ ബാബിലോൺ സാമ്രാജ്യമായി തിരിച്ചറിയുകയാണ്. അശൂർ സാമ്രാജ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് 625 BC-യിലാണ് ബാബിലോൺ ശക്തമാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാബിലോണിന് മുമ്പുണ്ടായിരുന്ന ശക്തമായ സാമ്രാജ്യം അശൂർ സാമ്രാജ്യമാണ്. എന്നാൽ നെബൂഖദ്നേസറിന്റെ സ്വപ്നം തുടങ്ങുന്നത് ബാബിലോണിൽ നിന്നാണ് താഴോട്ട് 4 സാമ്രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ബാബിലോൺ സാമ്രാജ്യം ഉയർന്നു വന്ന് ശക്തമായ ഒരു സാമ്രാജ്യമായി മാറുന്നത് ഏകദേശം 625 BC-യിലാണ്. ആ കാലയളവിലാണ് അശൂർ സാമ്രാജ്യത്തെ അവർ തോൽപ്പിക്കുന്നത്. അശൂർ സാമ്രാജ്യമാണെങ്കിൽ ഒരു ചെറിയ സ്ഥലമായിരുന്നു, ചെറിയൊരു ഗോത്രവർഗമായിരുന്നു. അത് അവിടെ നിന്നും ശക്തി പ്രാപിച്ച് BC 9-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ മധ്യപൂർവ്വ രാജ്യങ്ങളെ കീഴടക്കി ഭരിച്ചു. ഇപ്പോഴത്തെ ഇറാഖ്, സിറിയ, യോർദാൻ, ലെബനോൻ, മധ്യധാരനാഴിയുടെ തീരങ്ങൾ വരെ ഉൾപ്പെട്ടിരുന്ന വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു അശൂർ സാമ്രാജ്യം. അശൂറിൻ്റെ തലസ്ഥാനം പുരാതന കാലത്തെ പ്രശസ്തവും സമ്പന്നവുമായ നിനവേ പട്ടണമായിരുന്നു. യോനാ പ്രവാചകൻ്റെ പ്രവചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതേ നിനവേ പട്ടണമായിരുന്നു. എന്നാൽ 612 BC-യിൽ മേദ്യ, പാസ്യ, ബാബിലോൺ, സ്കിത്തിയൻ എന്നീ രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ട് നിനവേ പട്ടണത്തെ ആക്രമിച്ച് കീഴടക്കി അതിനെ പൂർണ്ണമായും നശിപ്പിച്ചു. അതോടെ അശൂർ സാമ്രാജ്യം ചരിത്രത്തിൽ നിന്ന് മായുകയും ബാബിലോൺ സാമ്രാജ്യം ഉയരുകയും ചെയ്തു. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.